ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. ഗസ സമാധാന കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. ഈജിപ്ത്, ഖത്തർ, തുർക്കി, US എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ ഇസ്രായേൽ, ഹമാസ് നേതാക്കൾ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇതിപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകൾ, അതിനൊടുവിൽ ഒരു കരാർ ഉണ്ടാകുന്നു, കരാർ പ്രാബല്യത്തിൽ വരുന്നു. ഹമാസും ഇസ്രായേലും ഇന്നത്തെ ഈ കരാർ ഒപ്പുവയ്ക്കൽ ഔപചാരിക ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിലും ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷമാകെ നിലവിൽ വന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം, അല്ലേ? തീർച്ചയായും വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഏറെ നാളായിട്ടുള്ള ട്രംപിന്റെ ഒരു തീരുമാനവും ആഗ്രഹവും എന്ന് വേണമെങ്കിൽ പറയാം. അതിനോട് ഹമാസും ബെഞ്ചമിൻ നെതന്യാഹുവും, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഏറെക്കുറെ ഒത്തുവന്നു. അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. ഹമാസിനെ സംബന്ധിച്ച് അവരുടേതായ മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും ബന്ദികളുടെ മോചനമായിരുന്നു ഇക്കാര്യത്തിൽ ഏറ്റവും സാധ്യമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. അത് ഇന്നലെയും ഇന്നുമായി സാധ്യമായി. ബന്ദികളുടെ മോചനത്തിൽ ഏറ്റവും പ്രധാനം ഇസ്രായേൽ ആഗ്രഹിച്ച പോലെ അവരുടെ 20 ആളുകളെ തിരിച്ചെത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ അക്കാര്യത്തിൽ ഹമാസും കൂടി ആ തീരുമാനത്തിനൊപ്പം നിന്നു. ബന്ദികളുടെ മോചനം ഇന്നലെയും ഇന്നുമായി സാധ്യമായി. ഇനി ഉണ്ടാകേണ്ടത് ട്രംപും നെതന്യാഹുവും പറഞ്ഞത് 20 കരാറായിരുന്നു. ആ കരാർ ഇന്ന് ഒപ്പുവെച്ചു. കരാറിൽ പക്ഷേ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതികൾ പങ്കെടുത്തില്ല. കാരണം അതിന് 2 കാരണങ്ങളുള്ളത്. ഒന്ന് ഹമാസിന്റെ നിരായുധീകരണവും മറ്റൊന്ന് ഗസയുടെ അധികാരം ആര് പങ്കിടണം, എങ്ങനെയായിരിക്കണം ഗസയുടെ അധികാരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യങ്ങളായിരുന്നു ഇനി തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നത്. ഈ 2 കാര്യത്തിൽ ഇപ്പോഴും ഒരു സമവായത്തിലെത്താനോ ചർച്ചകൾ നടത്താനോ സാധ്യമായിട്ടില്ല. പക്ഷേ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു, കരാർ അന്തിമമായിരിക്കുന്നു. കരാർ പ്രകാരം ഗസയിൽ യുദ്ധം അവസാനിച്ചു എന്ന് വേണം പറയാൻ. അത് താൽക്കാലികമായെങ്കിലും ആ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഗസയിൽ ഇനി സമാധാനം ഉണ്ടാകുമെന്ന് വേണം ഈ കരാർ പ്രകാരം നമ്മൾ വ്യാഖ്യാനിക്കാൻ. അത് അങ്ങനെയാണ് ആ കരാറിൽ പറയുന്നതും കരാറിലെ കാര്യങ്ങളും അങ്ങനെയാണ്. ഇനി കൂടുതൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. അത് ഹമാസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഹമാസിന്റെ പ്രതികൾ ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടത്തും. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ആ കരാർ ഒപ്പിടുക എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ആത്യന്തികമായി നടപ്പിലാക്കിയെടുക്കേണ്ട കാര്യമായിരുന്നു. ആ 20 കരാർ അത് ഒപ്പിടുന്നു, അത് അംഗീകരിക്കുന്നു. അതിൽ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ 2 രാജ്യങ്ങളും അസന്നിഗ്ധമായി ഈ കരാറിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ സാധ്യമായതെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഹമാസിന്റെ പ്രതികൾ പറഞ്ഞത് ഈജിപ്തും ഖത്തറും ഈ കരാറിനൊപ്പം നിന്നു. ഈ കരാർ സാധ്യമാക്കിയെടുക്കാൻ ഞങ്ങൾ വരേണ്ടതില്ല, ഹമാസിന്റെ പ്രതികൾ ഇത് ഒപ്പിടേണ്ട കാര്യമില്ല. ഇതിൽ മധ്യസ്ഥം വഹിച്ച 2 ആളുകൾ ഉണ്ടായിരുന്നു. അത് ഈജിപ്തും ഖത്തറുമാണ്. അവരുണ്ടെങ്കിൽ ഈ കരാർ സാധ്യമാകും, അവർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഹമാസ് പറയുമ്പോൾ സ്വാഭാവികമായും ഹമാസിന്റെയും ഇസ്രായേലിനെയും പ്രതികൾ പങ്കെടുത്തില്ല, ഒപ്പിട്ടില്ല എങ്കിൽ പോലും ഈ കരാർ സാധ്യമായി, അല്ലെങ്കിൽ ഈ കരാർ കൊണ്ട് യുദ്ധം അവസാനിച്ചു, അല്ലെങ്കിൽ ഗസയുടെ സമാധാനം വന്നു, നമ്മൾ ആഗ്രഹിച്ച പോലെ, ലോകം ആഗ്രഹിച്ചതുപോലെ ഗസ സമാധാനത്തിന്റെ പാതയിലേക്ക് വഴിമാറുന്നു എന്ന് വേണം കാണാൻ. ആ കരാറിന്റെ ആത്യന്തികമായ ലക്ഷ്യവും അങ്ങനെ തന്നെയാണ്. ഇനി വേണ്ടത് ഗസയുടെ പുനരുദ്ധാരണവും, അല്ലെങ്കിൽ ഗസയിൽ ഇനി ആര് അധികാരം പങ്കിടും, അല്ലെങ്കിൽ ഗസയുടെ അധികാരം ആരിലേക്ക് വരാൻ പോകുന്നു, എങ്ങനെയായിരിക്കും ഗസയെ അധികാരത്തിന്റെ, അല്ലെങ്കിൽ ഗസയുടെ ഒരു ഭരണകേന്ദ്രം എങ്ങനെയായിരിക്കണം, ഗസയുടെ പുനരുദ്ധാരണം എങ്ങനെയായിരിക്കണം, ഗസയുടെ പുനരുജ്ജീവനം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലാണ് ഇനി ചർച്ചകൾ നടക്കേണ്ടത്. അതിനൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ തീർപ്പാകാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ പോലെ തന്നെ ഹമാസ് ഇനി എന്ത് ചെയ്യും എന്ന കാര്യങ്ങൾ കൂടിയാണ് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കേണ്ടത്. അക്കാര്യത്തിൽ ചർച്ചകൾ വരും ദിവസങ്ങൾ ഉണ്ടാകും. എന്തായാലും കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു, ഗസയിൽ സമാധാനം എത്തിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.